ഗുഡ് ഈവനിങ്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിലെ സെക്കൻഡ് മൊഡ്യൂളിലെ 4ാമത്തെ സെഷനാണിത്. കഴിഞ്ഞ സെഷനിലായിട്ട് നമ്മൾ കംപ്രസേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കംപ്രസറിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. കംപ്രസേഴ്സ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്തു. മെത്തേഡ് ഓഫ് കംപ്രഷൻ അനുസരിച്ചിട്ട് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ്, അതിൽ സിംഗിൾ ആക്ടിംഗ് കംപ്രസറിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ദെൻ റോട്ടറി കംപ്രസേഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോട്ടറി കംപ്രസേഴ്സിൽ ഫസ്റ്റ് ടൈപ്പ് കംപ്രസർ, അതായത് റോളർ ടൈപ്പ് അല്ലെങ്കിൽ അതിന് വിളിക്കുന്ന മറ്റൊരു പേര് സിംഗിൾ സ്റ്റേഷനറി ബ്ലേഡ് ടൈപ്പ് റോട്ടറി കംപ്രസേഴ്സ്. അവയുടെ വർക്കിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കുന്നത് വെയിൻ ടൈപ്പ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ബ്ലേഡ് ടൈപ്പ് റോട്ടറി കംപ്രസേഴ്സിനെ കുറിച്ചിട്ടാണ്. വെയിൻ ടൈപ്പ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ബ്ലേഡ് ടൈപ്പ് റോട്ടറി കംപ്രസേഴ്സ്. ഞാൻ പറഞ്ഞിരുന്നു ഈ രണ്ട് കംപ്രസേഴ്സും രണ്ടും, അതുപോലെ സ്ക്രൂ ടൈപ്പ് കംപ്രസർ വരെ, അവ മൂന്നും എന്താണ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് വർക്കിംഗ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് അവ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസേഴ്സാണ് അവ. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. റോളർ ടൈപ്പ് അല്ലെങ്കിൽ സിംഗിൾ സ്റ്റേഷനറി ബ്ലേഡ് ടൈപ്പ് കംപ്രസറിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് വെയിൻ ടൈപ്പ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ബ്ലേഡ് ടൈപ്പ് റോട്ടറി കംപ്രസേഴ്സിനെ കുറിച്ചിട്ടാണ്. സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ കൺസ്ട്രക്ഷൻ പറയാം. ഒരു സിലിണ്ടർ, ഒരു സിലിണ്ടർ ഉണ്ട്, നിങ്ങൾക്ക് കാണാം, ഒരു സിലിണ്ടർ കാണാം. ആ സിലിണ്ടറിൽ ഒരു സെക്ഷൻ പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ചാർജ് പോർട്ട് ഉണ്ട്. ഡിസ്ചാർജ് പോർട്ടിന് ഒരു റീഡ് വാൽവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു റോട്ടറി കംപ്രസേഴ്സിൻ്റെ ഈ കംപ്ലീറ്റ് കേസിങ്, ഈ കാണുന്ന കംപ്ലീറ്റ് സിലിണ്ടറും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ റോട്ടർ ഉൾപ്പെടുന്ന ആ കംപ്ലീറ്റ് ഹൗസിങ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, വേറൊരു കേസിങ്ങിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ആ കേസിങ്ങിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓയിൽ യൂസ് ചെയ്തിട്ട്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് എന്താണ്, ഈ റോട്ടോറിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സ്ലോട്ടുകൾ ഈ റോട്ടോറിൽ കൊടുത്തിട്ടുണ്ട്. കാണാം, റോട്ടോർ സ്ലോട്ട്. ഓക്കെ, റോട്ടോർ സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ആ റോട്ടോർ സ്ലോട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ബ്ലേഡുകൾ കൊടുത്തിട്ടുണ്ട്. റോട്ടോർ ബ്ലേഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ റോട്ടോർ വെയിൻ എന്ന് വിളിക്കാം. ഓക്കെ, റോട്ടോർ വെയിൻ അല്ലെങ്കിൽ റോട്ടോർ ബ്ലേഡ് എന്ന് വിളിക്കാം. അപ്പോൾ റോട്ടോർ ബ്ലേഡ്, റോട്ടോർ വെയിൻ എവിടെയാണ്, ഈ സ്ലോട്ടിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. റോട്ടറിൻ്റെ സ്ലോട്ടിൻ്റെ ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റോട്ടോറിൻ്റെ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഈ റോട്ടറിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ ഇവിടുത്തെ സിലിണ്ടറിൻ്റെ സെൻറ്ററും രണ്ടാണ്. അതായത് സിലിണ്ടറിൻ്റെ സെൻറ്ററിൽ നിന്ന് എസെൻട്രിക് ആയിട്ടാണ് റോട്ടറിൻ്റെ സെൻറ്റർ കിടക്കുന്നത്, അല്ലെങ്കിൽ റോട്ടർ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ നിങ്ങൾ അത് റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ എന്താണ്, ആ റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോട്ടറിനെ എസെൻട്രിക് ആയി കൊടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലെ കൺസ്ട്രക്ഷൻ പാർട്ട് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം. വർക്കിംഗ് എന്ന് പറയുമ്പോൾ റോട്ടർ എന്ത് ചെയ്യുന്നു, റോട്ടർ അതിൻ്റെ റൊട്ടേഷൻ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഡയറക്ഷനിലാണ് റോട്ടർ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. റോട്ടർ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, സെക്ഷൻ ഇവാപ്പറേറ്ററിൽ നിന്ന് വേപ്പർ റെഫ്രിജറൻ്റ് ഈ സെക്ഷൻ പോർട്ടിലൂടെ ഈ റോട്ടോറിൻ്റെയും അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെയും ഇടയിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു സ്പേസിലേക്ക് എന്ത് ചെയ്യും, ഈ വേപ്പർ റെഫ്രിജറൻ്റ് ഇവാപ്പറേറ്ററിൽ നിന്ന് ഇങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെ പ്രഷർ ഇവാപ്പറേറ്ററിലെ പ്രഷറിനെക്കാട്ടും എന്തായിരിക്കണം, കുറവായിരിക്കണം. അത് ഈ റൊട്ടേഷൻ നടക്കുന്ന സമയത്ത്, ഇവിടെ ഈ റോട്ടറിൻ്റെ റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് അത് സംഭവിക്കും. ഇവിടുത്തെ പ്രഷർ എന്ത് ചെയ്യും, കുറയും. ചെറിയൊരു പാർഷ്യലായിട്ടുള്ളൊരു വാക്വം അവിടെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ അവിടുത്തെ പ്രഷർ കുറയുന്നതോടുകൂടി സെക്ഷൻ പോർട്ടിലേക്ക് ഇവാപ്പറേറ്ററിൽ നിന്ന് വേപ്പർ റെഫ്രിജറൻ്റ് ഇങ്ങോട്ട് കയറും. അത് കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്തു, അത് പിന്നെ ട്രാപ്പ് മീൻസ് അത് എന്ത് ചെയ്തു, അത് ഈ കാണുന്ന സിലിണ്ടറിൻ്റെ ഈ കേസിങ്ങിൻ്റെ ഭാഗത്തും സിലിണ്ടറിൻ്റെ കേസിങ്ങിൻ്റെ ഇടയിലും, അതുപോലെ തന്നെ റോളർ അല്ലെങ്കിൽ റോട്ടർ, ആ റോട്ടറിൻ്റെ
ഇടയിലുള്ള ഗ്യാപ്പിലും. അതുപോലെ തന്നെ ഇതിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഈ രണ്ട് ബ്ലേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് കാണാം ഈ രണ്ട് ബ്ലേഡും എന്ത് ചെയ്യാണ്, ആ ഒരു വേപ്പർ റെഫ്രിജറൻറ്റിനെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ആ വേപ്പർ റെഫ്രിജറൻറ്റിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ബ്ലേഡിൻ്റെ ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ടോ ഈ ഒരു ഇപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഇപ്പുറത്തെ ഒരു സൈഡിലേക്കോ ആ വേപ്പർ റെഫ്രിജറൻറ്റിനെ പോകാൻ പറ്റില്ല. ആ വേപ്പർ റെഫ്രിജറൻറ്റ് ഇൻ ബിറ്റ്വീൻ ഈ ടു ബ്ലേഡ്സിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഈ ഒരു കേസിങ്ങിൻ്റെ സിലിണ്ടറിൻ്റെ കേസിങ്ങിൻ്റെ ആ സിലിണ്ടറിൻ്റെ ഹൗസിങ്ങിൻ്റെ സിലിണ്ടർ കേസിങ് അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ ഇന്നർ പാർട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ട്രാപ്പായി കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് ഈ ബ്ലേഡുകൾ അതിൻ്റെ സ്ലോട്ടിൽ ഉണ്ടായിരുന്ന ഇനീഷ്യൽ പൊസിഷനിലല്ല അവ നിൽക്കുന്നത്. അവ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂ ടു ഇറ്റ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ സെൻറ്ററിൻ്റെ പുറത്തേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഈ ബ്ലേഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റൊട്ടേറ്റിംഗ് ബ്ലേഡിനെ സിലിണ്ടറിൻ്റെ ഇന്നർ സർഫസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നർ പെരിഫറിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് തള്ളി വെക്കുന്നുണ്ട്. ഓക്കെ, അതിനെ പുഷ് ചെയ്ത് നിർത്തുകയാണ്, ആ ഇന്നർ പെരിഫറിയിലേക്ക് പുഷ് ചെയ്ത് നിർത്തുന്നുണ്ട്. അപ്പോൾ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബ്ലേഡ് ഈ റോട്ടോർ വെയിന് അല്ലെങ്കിൽ റോട്ടോർ ബ്ലേഡ് എന്ന് പറയുന്ന ആളിനെ റോട്ടോർ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂ ടു ഇറ്റ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അതിനെ ആ പെരിഫറിയിലേക്ക് പുഷ് ചെയ്ത് നിർത്തുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ നേരം നമ്മുടെ സെക്ഷൻ ബോർഡിലേക്ക് സെക്ഷൻ ബോർഡിലൂടെ വേപ്പർ റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിൽ നിന്ന് കയറുന്നു. ബിക്കോസ് ഇവിടെ ഒരു പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആ കയറിയ വേപ്പർ റെഫ്രിജറൻറ്റ് ഇവിടെ സീലായി ഇവിടുന്ന് ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അതുപോലെ ഈ ബ്ലേഡിന് ഇവിടുന്ന് ഇങ്ങോട്ടും പോകാൻ കഴിയില്ല. ഈ രണ്ട് ബ്ലേഡിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു, ട്രാപ്പ് ആവുന്നു. റൊട്ടേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആ വേപ്പർ റെഫ്രിജറൻറ്റ് ഇങ്ങനെ ഈ ബ്ലേഡിൻ്റെ കൂടെ ട്രാപ്പായത് കിടക്കുന്ന ബ്ലേഡിൻ്റെ കൂടെ ഇങ്ങനെ പോരും. ഇങ്ങനെ പോകുന്നു ഇവിടെ കൂടുമ്പോൾ എന്ത് ചെയ്തു, കുറച്ച് സ്പേസ് കൂടുതലാണ്. വീണ്ടും അടുത്ത റൊട്ടേഷനിലെത്തുമ്പോൾ ഇവിടെ നോക്കുക, ഈ ഒരു ഏരിയയിൽ ഇവിടെ കാണുന്ന അത്ര ഇത്രയും സ്പേസ് ഇവിടെ ഇല്ല. ഓക്കെ, ഈ രണ്ട് ബ്ലേഡിൻ്റെ ഇടയിൽ വരുമ്പോൾ അത്രയ്ക്കില്ല. വീണ്ടും ഈ ബ്ലേഡ് ഇങ്ങനെ കറങ്ങി ഇവിടേക്ക് എത്തുമ്പോൾ ഇത്രയും സ്പേസ് കിട്ടി. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് എത്തുമ്പോൾ സ്പേസ് എന്ത് ചെയ്തു, കുറഞ്ഞു. വീണ്ടും ആ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് നോക്കിക്കേ, ഈ കാണുന്ന സ്പേസിലേക്കാണ് നമ്മുടെ വേപ്പർ റെഫ്രിജറൻറ്റ് വരുന്നത്. സ്വാഭാവികമായിട്ടും വേപ്പർ റെഫ്രിജറൻറ്റിൻ്റെ ഈ കാണുന്ന വലിയ സ്പേസിൽ നിന്ന് ഇങ്ങനെ സ്പേസ് കുറഞ്ഞ് ഇവിടേക്ക് എത്തുമ്പോഴേക്കും വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്തു, ആ സ്പേസ് കുറഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ കംപ്രഷൻ നടക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രഷർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എത്രത്തോളം ഇൻക്രീസ് ചെയ്യും, നമ്മളെ കണ്ടൻസറിലേക്ക് കൊടുക്കേണ്ട പ്രഷർ എത്രയാണോ ആ ഒരു പ്രഷറിലേക്ക് അതിൻ്റെ പ്രഷർ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. നമുക്കൊരു ആനിമേഷൻ വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ശ്രദ്ധിക്കുക. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ വി ഹാവ് എ സിലിണ്ടർ. ആ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റോട്ടോറുണ്ട്. ആ റോട്ടോറിനെ എസെൻട്രിക് ആയിട്ടാണ്, സിലിണ്ടറിൻ്റെ സെൻറ്ററിൽ നിന്ന് എസെൻട്രിക് ആയിട്ടാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. റോട്ടോറിൽ സ്ലോട്ടുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ലോട്ടിൻ്റെ ഉള്ളിൽ റോട്ടോർ വെയിൻ ഉണ്ട്, അല്ലെങ്കിൽ റോട്ടോർ ബ്ലേഡ് ഉണ്ട്. അതുപോലെ സെക്ഷൻ പോർട്ട്, ഡെലിവറി പോർട്ട് അല്ലെങ്കിൽ ഡിസ്ചാർജ് പോർട്ട് വിത്ത് റീഡ് വാൽവ്, പിന്നെ ഓൾ അസംബ്ലി. ഈ കാണുന്ന കംപ്ലീറ്റ് അസംബ്ലി നമ്മളൊരു വലിയൊരു വേറൊരു കേസിങ്ങിൻ്റെ ഉള്ളിൽ ഓയിൽ ഫില്ല് ചെയ്ത കേസിങ്ങിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫിക്സ് ചെയ്ത് നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്ക് വീഡിയോ കണ്ടാൽ എന്ത് ചെയ്യാം, മനസ്സിലാവും. സോ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ റോട്ടറി കംപ്രസറിൻ്റെ ഒരു ആനിമേഷൻ വീഡിയോ ആണ്. സോ ഇത് നമ്മുടെ സിലിണ്ടർ. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ കാണാം ഇത്രയും ഭാഗമാണ് റോട്ടോർ വരുന്നത്. ഈ കാണുന്നതാണ് റോട്ടോറിൻ്റെ സൈഡ് വരുന്നത്, ഈ ഒരു സർക്കിളിൻ്റേത് റോട്ടോറിൻ്റെ സൈഡ്. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റോട്ടോർ വെയിൻ അല്ലെങ്കിൽ റോട്ടോർ ബ്ലേഡ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റോട്ടോർ ഈ സിലിണ്ടറിനെ എസെൻട്രിക് ആയിട്ടാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇതിലൊന്ന് സെക്ഷൻ പോർട്ടും മറ്റേത് ഡെലിവറി പോർട്ടുമാണ്. ആനിമേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഹൗസിങ്
വെയിൻസ്, ഇൻലെറ്റ് പോർട്ട്, ഔട്ട്ലെറ്റ് പോർട്ട് അല്ലെങ്കിൽ ഡിസ്ചാർജ് പോർട്ട്, അതാണ് നമ്മുടെ റോട്ടോർ. ആ റോട്ടോർ കണ്ടോളൂ. റോട്ടോർ കറങ്ങുന്ന സമയത്ത് നമ്മുടെ റോട്ടോർ ബ്ലേഡ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഹൗസിങ്ങിൽ അല്ലെങ്കിൽ ആ സിലിണ്ടറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്ത് നിർത്തുന്നുണ്ട്. അത് ഈ ഓരോ ഏരിയയിൽ നോക്കുക, അവിടെ നിന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കടക്കുന്ന ഈ ബ്ലേഡ് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ എത്ര സ്പേസ് ആണ്, ഇവിടെ എത്ര സ്പേസ് ആണ്, ഇവിടെ എത്ര സ്പേസ് ആണ്, ഇവിടെ എത്ര സ്പേസ് ആണ്. ഇതിങ്ങനെ ഈ സ്പേസ് ഇങ്ങനെ വന്ന് 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 ഈ ലാസ്റ്റ് ഈ ഒരു റേഞ്ചിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ബ്ലേഡിൻ്റെ ഇടയിൽ കിടക്കുന്ന എന്താണോ അതിൻ്റെ സ്പേസ് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവിടെ ട്രാപ്പായി കിടന്നിട്ടുള്ള, ശ്രദ്ധിക്കുക, ഇൻലെറ്റ് പോർട്ടിലേക്ക് പാൽ വന്നു, വേപ്പർ റെഫ്രിജറൻറ്റ് വന്നു. ഓക്കെ, അത് ഇങ്ങനെ വന്നു കടന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടേക്ക് എത്തുമ്പോൾ സ്പേസ് കുറയുന്നു. ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും കണ്ടോ സ്പേസ് നല്ലോണം രീതിയിൽ കുറഞ്ഞു. അപ്പോൾ പ്രഷറൈസ് ആയി അതാണ് ചെയ്യുന്നു, ഔട്ട്ലെറ്റ് പോർട്ടിലൂടെ പോകുന്നു. സോ ഇതാണ് റോട്ടറി കംപ്രസറിൻ്റെ വർക്കിംഗ്. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് റോട്ടറി കംപ്രസറിൻ്റെ വർക്കിംഗ് ഒന്നും കൂടി ക്വൈറ്റ് ആണ്. അല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന വൈബ്രേഷൻസ് എന്ന് പറയുന്നത് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സിൻ്റെ അത്രയുള്ള വൈബ്രേഷൻസ് ഒന്നും എന്ത് ചെയ്യില്ല, നമ്മുടെ റോട്ടറി കംപ്രസേഴ്സിൽ ഉണ്ടാവില്ല. ഓക്കെ, സോ അതാണ് റോട്ടറി. എല്ലാ റോട്ടറി കംപ്രസേഴ്സിലും അത്തരത്തിലുള്ള എന്തുണ്ടാവില്ല, വൈബ്രേഷൻസ് ഉണ്ടാവില്ല ആസ് കമ്പയർഡ് ടു റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ്. അപ്പോൾ റൊട്ടേറ്റിംഗ് ബ്ലേഡ് ടൈപ്പ് റോട്ടറി കംപ്രസറാണ് നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ വെയിൻ ടൈപ്പ് റോട്ടറി കംപ്രസറിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ആണ് പഠിച്ചത്. കൺസ്ട്രക്ഷൻ ഇവിടെ നോട്ടായിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഒരു സിലിണ്ടർ കേസിംഗ് ഉണ്ട്, ആ സിലിണ്ടർ കേസിങ്ങിൻ്റെ ഉള്ളിൽ ഒരു എസെൻട്രിക് റോട്ടോറാണ് നമ്മൾ മൗണ്ട് ചെയ്തത്. അത് നിങ്ങൾ കൃത്യമായി ഓർക്കണം. ഒരു സിലിണ്ടർ കേസിങ്ങിൻ്റെ ഉള്ളിൽ ഒരു എസെൻട്രിക് റോട്ടോറുണ്ട്. അതുപോലെ റെക്റ്റാങ്കുലർ വെയിൻസ് ആർ പൊസിഷൻഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് അറൗണ്ട് ദ കർവ്ഡ് സർഫസ് ഓഫ് റോട്ടോർ. ആ റോട്ടോറിൻ്റെ സ്ലോട്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെഗുലർ ഇൻ്റർവെല്ലിൽ റെക്റ്റാങ്കുലർ വെയിൻസ് അല്ലെങ്കിൽ ബ്ലേഡ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ വെയിനും എന്താണ്, ഈച്ച് വെയിൻ ഈസ് ഫ്രീ ടു മൂവ് ഇൻ ദ സ്ലോട്ട്. ആ സ്ലോട്ടിൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ വെയിൻസ് ഫ്രം ദ സീൽ അഗെയിൻസ്റ്റ് ദ ഫിക്സഡ് കേസിംഗ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ദ വെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സീൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അവിടെ നിങ്ങൾക്കറിയാം, ആ സിലിണ്ടറുമായിട്ട്, ആ സിലിണ്ടറിൻ്റെ കേസിങ്ങുമായിട്ട് ഒരു സീൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സീൽ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആ വേപ്പർ റെഫ്രിജറൻറ്റിനെ അവിടെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്ക് ആ കംപ്രഷൻ പ്രോസസ്സ് നടക്കാൻ ബുദ്ധിമുട്ടാണ്. വർക്കിംഗ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ആസ് ദ റോട്ടോർ റിവോൾവ്സ് എ പാർഷ്യൽ വാക്യൂം ഈസ് ക്രിയേറ്റഡ് അറ്റ് ദ സെക്ഷൻ സൈഡ്. ഇറ്റ് സക്സ് ദ വേപ്പർ റെഫ്രിജറൻറ്റ് ഫ്രം ഇവാപ്പറേറ്റർ ത്രൂ ദ സെക്ഷൻ പോർട്ട്. സെക്ഷൻ പോർട്ട് വഴി നമ്മൾ റോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നത് വഴി എവിടെ എന്ത് ചെയ്യും, ഒരു പാർഷ്യൽ വാക്യൂം സെക്ഷൻ പോർട്ടിൻ്റെ സെക്ഷൻ സൈഡിൽ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. സോ ഇവാപ്പറേറ്ററിൽ നിന്നുള്ള വേപ്പർ റെഫ്രിജറൻറ്റ് കയറി വരുന്നു. അതെന്ത് ചെയ്യുന്നു, വിച്ച് ഈസ് ആ വേപ്പർ റെഫ്രിജറൻറ്റ്, ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഡെലിവറി സൈഡ് ത്രൂ ദ സ്പേസ് ബിറ്റ്വീൻ റോട്ടോർ ആൻഡ് കേസിംഗ്. റോട്ടോറിൻ്റെയും കേസിങ്ങിൻ്റെയും ഇടയിലുള്ള സ്പേസിലിടെയാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ആ വേപ്പർ റെഫ്രിജറൻറ്റ് ആ രണ്ട് ബ്ലേഡിൻ്റെ ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാപ്പ് ആവുന്നുണ്ട്. അങ്ങനെ ആ ഇൻ ബിറ്റ്വീൻ റോട്ടോറിൻ്റെയും കേസിങ്ങിൻ്റെയും ഇടയിലുള്ള സ്പേസ് ആസ് റൊട്ടേഷൻ അതെന്ത് ചെയ്യണം, ആ സ്പേസ് ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. അങ്ങനെയാണ് പ്രഷറൈസേഷൻ നടക്കുന്നത്. At the discharge side, the volume is decreased, so pressure will increase. The high pressure vapor refrigerant passes to the space above oils surrounding the cylinder. Okay. ആ ഹൈ പ്രഷർ വേപ്പർ റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യുന്നു, പ്രഷറൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് പോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് എന്ത് ചെയ്യുന്നു, ആ പ്രഷർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാൽവ് ഇവിടെ തുറക്കും, അത് ഇതിലൂടെ തുറന്നിട്ട് എങ്ങനെ അവിടെ പോകും. എപ്പോഴും നോക്കുക, ആ വാൽവിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഈ പോർട്ടിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഓയിലിൻ്റെ പൊസിഷനെക്കാട്ടും മുകളിലായിരിക്കും. അല്ലെങ്കിൽ ഓയിലുമായിട്ട് നമ്മുടെ റെഫ്രിജറൻറ്റ് എന്താവാം, മിക്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ സ്യൂട്ടബിൾ ഫോർ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ, നമ്മളെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റേഴ്സിന് സ്യൂട്ടബിൾ ആണ്. അതുപോലെ ഫ്രീസേഴ്സിൽ സ്യൂട്ടബിൾ ആണ്, ഡൊമസ്റ്റിക് പർപ്പസിൽ ഫ്രീസേഴ്സിൽ സ്യൂട്ടബിൾ ആണ്. അതുപോലെ ചെറിയ എയർ കണ്ടീഷണർ, സ്മോൾ എയർ കണ്ടീഷണേഴ്സിലും എന്താണ് ഇത്തരം ടൈപ്പ് കംപ്രസേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ദേ ഹാൻഡിൽ റെഫ്രിജറൻറ്റ് വിത്ത് ലോ സ്പെസിഫിക് വോളിയം അറ്റ് ലോ സെക്ഷൻ പ്രഷർ. ഓക്കെ, അതായത് ലോ സ്പെസിഫിക് വോളിയം ഉള്ള അല്ലെങ്കിൽ ലോ സ്പെസിഫിക് വോളിയം ഉള്ള
റെഫ്രിജറൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വെയിൻ ടൈപ്പ് അല്ലെങ്കിൽ പൊതുവേ നമുക്ക് റോട്ടറി ടൈപ്പ് അല്ലെങ്കിൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസേഴ്സൊക്കെ പറയുന്ന സമയത്ത് ലോ സ്പെസിഫിക് വോളിയം ഉള്ള ഫ്ലൂയിഡ്സുകൾ മാത്രമേ അല്ലെങ്കിൽ റെഫ്രിജറൻറ്റുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടെ ഹാൻഡിൽ ചെയ്യാൻ എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കഴിയുള്ളൂ. ബിക്കോസ് എന്താണ് ലോ സ്പെസിഫിക് വോളിയം? സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഡിവൈഡഡ് ബൈ മാസ്. ഇവിടെ ആ റെഫ്രിജറൻ്റ് ആണ്, വോളിയം ഓഫ് ദ റെഫ്രിജറൻറ്റ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാസ്. അതായത് 1 കിലോഗ്രാം റെഫ്രിജറൻറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ സ്പെസിഫിക് വോളിയം കുറവാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് നിൽക്കാൻ വേണ്ട സ്പേസ്, 1 കിലോഗ്രാം റെഫ്രിജറൻറ്റിന് നിൽക്കാൻ വേണ്ട സ്പേസ് എന്താണ്, അവിടെ കുറവാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. അതാ സ്പെസിഫിക് വോളിയം കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താണ്, ആ 1 കിലോഗ്രാം റെഫ്രിജറൻറ്റിന് നിൽക്കേണ്ട സ്പേസ്, വോളിയം, ആ സ്പേസ് എന്തായിരിക്കും, അത് കൂടുതലായിരിക്കും. സോ അത്തരത്തിലുള്ള റെഫ്രിജറൻറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റോട്ടറി ടൈപ്പ് കംപ്രസേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. റോട്ടറി ടൈപ്പ് കംപ്രസേഴ്സിൽ ലോ സ്പെസിഫിക് വോളിയം ഉള്ള റെഫ്രിജറൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വെയിൻ ടൈപ്പ് റോട്ടറി ആയാലും ശരി, റോളർ ടൈപ്പ് റോട്ടറി ആയാലും ശരി, അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് ആയാലും ശരി. ഓക്കെ, അല്ലെങ്കിൽ ഹൈ വോളിയം ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഹൈ സ്പെസിഫിക് വോളിയം ഹാൻഡിൽ ചെയ്യേണ്ട കംപ്രസേഴ്സ് ആണെങ്കിൽ നമുക്ക് പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയ സിലിണ്ടർ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സിൽ ഉണ്ടാക്കേണ്ടി വരും. അതിനനുസരിച്ച് വെയിൻ ടൈപ്പിലായാലും റോട്ടറി ആയാലും അത്രയും വലിയ സ്പേസ് അവിടെ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ പൊതുവേ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾ ഓർത്തിരിക്കുക, പൊതുവേ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസേഴ്സ് ഒക്കെ നമുക്ക് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന റെഫ്രിജറൻറ്റിൻ്റെ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഓക്കെ, ഇവിടെ വെയിൻ ടൈപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണ്, അറ്റ് ലോ സെക്ഷൻ പ്രഷറും കൂടിയാണ് ഇവിടെ, അല്ലെങ്കിൽ അവിടുത്തെ പ്രഷർ സൈഡ് എന്ന് പറയുന്നത് സെക്ഷനിലുള്ള പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. സോ അത്തരത്തിലുള്ള റെഫ്രിജറൻറ്റുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വെയിൻ ടൈപ്പ് റോട്ടറി കംപ്രസേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സെക്ഷൻ പ്രഷർ കുറഞ്ഞ് സ്പെസിഫിക് വോളിയം ലോ ആയിട്ടുള്ള റെഫ്രിജറൻറ്റുകൾ ഹാൻഡിൽ ചെയ്യാനാണ് വെയിൻ ടൈപ്പ് റോട്ടറി കംപ്രസർ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ബ്ലേഡ് ടൈപ്പ് റോട്ടറി കംപ്രസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. നിങ്ങൾ സെൻട്രിഫ്യൂഗൽ പമ്പൊക്കെ പഠിച്ചിട്ടുണ്ട്, അതേപോലത്തെ അത് തന്നെയാണ് വർക്കിംഗ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ ഇതിൻ്റെ 2 വ്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡ് വ്യൂ അതുപോലെ ഒരു ഫ്രണ്ട് ക്രോസ് സെക്ഷണൽ വ്യൂവുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങളിതിൽ ഈ വ്യൂ എന്ത് ചെയ്താൽ മതി, വരച്ചാൽ മതി. ഈ ഒരു വ്യൂ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കറിയാം സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സിൻ്റെ പാർട്ടുകൾ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പാർട്ടുകളൊക്കെ അറിയാം. നമുക്കൊരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും, ആ ഷാഫ്റ്റ് മോട്ടോറുമായിട്ടാവും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആ ഷാഫ്റ്റിൻ്റെ മുകളിൽ നമുക്കൊരു ഇമ്പല്ലർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഇമ്പല്ലർ ഉണ്ടായിരിക്കും. കർവ്ഡ് ബ്ലേഡുകളോട് കൂടിയിട്ടുള്ള ഇമ്പല്ലർ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒരു വൊല്യൂട്ട് കേസിംഗ് ഉണ്ട്. ഈ കാണുന്നത് എന്താണ്, വൊല്യൂട്ട് കേസിങ്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് എന്തുണ്ട്, ഒരു വെയിൻലെസ് ഡിഫ്യൂസർ, വെയിനില്ലാത്ത ഡിഫ്യൂസറും വെയിനുള്ള ഡിഫ്യൂസറും ഉണ്ട്. വെയിൻലെസ് ഡിഫ്യൂസറും ഉണ്ട്, വെയിൻഡ് ഡിഫ്യൂസേഴ്സും ഉണ്ട്. ഓക്കെ, നോർമലി നമ്മളെ എല്ലാ സെൻട്രിഫ്യൂഗൽ പമ്പിലൊന്നും അങ്ങനെയല്ല. ബട്ട് നമ്മൾ പറഞ്ഞിരുന്നു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിങ്ങിനനുസരിച്ചിട്ട് സെൻട്രിഫ്യൂഗൽ പമ്പ്സ് കുറേ ക്ലാസിഫിക്കേഷൻ നടത്തി. 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, 3-4. അതിൽ വരുന്നതാണ് ഈ ഡിഫ്യൂസർ കേസിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾ അത്രയൊന്നും ഓതേടാവണ്ട. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ നമുക്ക് റോട്ടോറുണ്ട്. ആ റോട്ടോർ ഷാഫ്റ്റിൻ്റെ മുകളിലാണ് നമ്മുടെ ഇമ്പല്ലർ മൗണ്ട് ചെയ്തിട്ടുള്ളത്. ഇമ്പല്ലറിൻ്റെ ഔട്ട് സൈഡ് ആയിട്ടൊരു വെയിൻലെസ് ആയിട്ടുള്ള ഡിഫ്യൂസർ ഉണ്ട്. അത് ജസ്റ്റ് ഒരു സിലിണ്ടറിക്കൽ സ്പേസ് ആണ്. വെയിൻലെസ് ആയിട്ടുള്ള ഒരു ഡിഫ്യൂസർ, സിലിണ്ടറിക്കൽ സ്പേസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വെയിനിൽ, അതായത് ബ്ലേഡോട് കൂടിയിട്ടുള്ള ഒരു റിംഗ് ഓഫ് ബ്ലേഡ് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് വെയിൻഡ് ഡിഫ്യൂസർ എന്ന് പറയുന്നത്. അതിന് പുറമെയാണ് നമ്മുടെ പമ്പിൻ്റെ അല്ലെങ്കിൽ കംപ്രസറിൻ്റെ കേസിങ് കിടക്കുന്നത്. ഓക്കെ, ആ കേസിങ് ഏതാണ്, വൊല്യൂട്ട് കേസിങ്. ഓക്കെ, അപ്പോൾ നമ്മളെ കംപ്രസർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം
ഈ ഒരു ഭാഗത്തിന് നമ്മൾ പ്രത്യേകം പേര് വിളിച്ചിരുന്നു ഐ ഓഫ് ഇമ്പല്ലർ. ഈ സെൻറ്റർ പോർഷൻ ഓഫ് കംപ്രസറിനെ നമ്മളൊരു പേരിട്ട് വിളിച്ചിരുന്നു, എന്താണ്? ഐ ഓഫ് ഇമ്പല്ലർ. ആ ഐ ഓഫ് ഇമ്പല്ലറിലേക്ക് നമ്മൾ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയും ഇവാപ്പറേറ്ററിൽ നിന്നുള്ള പ്രഷറിനെക്കാട്ടും അവിടെ കുറയുകയും ഇവാപ്പറേറ്ററിൽ നിന്നുള്ള വേപ്പർ റെഫ്രിജറൻറ്റ് ഈ ഐ ഓഫ് ഇമ്പല്ലറിലേക്ക് കയറുകയും അവിടെ കയറി നിൽക്കുന്ന വേപ്പർ റെഫ്രിജറൻറ്റ് ഡ്യൂ ടു ഇവിടെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മൂലം ഈ വേപ്പർ റെഫ്രിജറൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ നിൽക്കാൻ കഴിയില്ല. അത് ഈ ബ്ലേഡിൻ്റെ മുകളിലൂടെ ഈ ബ്ലേഡ് അതിനെന്ത് ചെയ്യും, ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂലം ഈ ബ്ലേഡ് എന്ത് ചെയ്യും, ഈ വേപ്പർ റെഫ്രിജറൻറ്റിനെ ഇവിടെ നിന്ന് ഈ ബ്ലേഡിൻ്റെ ഇടയിൽ കൂടെ ഈ രണ്ട് ബ്ലേഡ്സിൻ്റെ ഇടയിലൂടെ എന്ത് ചെയ്യും, പുറത്തേക്ക് എന്ത് ചെയ്യും, അതിനെ ഫോഴ്സ് ചെയ്യും അല്ലേ, പുറത്തേക്ക് ടുവേർഡ്സ് ഔട്ട്സൈഡ് അതിനെന്ത് ചെയ്യും, ഫോഴ്സ് ചെയ്യും. അങ്ങനെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇമ്പല്ലറിൻ്റെ റൊട്ടേഷണൽ സ്പീഡ് കാരണം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഇവിടുത്തെ വേപ്പർ റെഫ്രിജറൻറ്റ് പുറത്തേക്ക് എത്തുന്നു. സ്വാഭാവികമായിട്ടും വേപ്പർ റെഫ്രിജറൻറ്റ് ഈ ഇമ്പല്ലറിൻ്റെ ഔട്ട്സൈഡ് എത്തുന്ന സമയത്ത് ഇതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ടാകും, കൂടിയിട്ടുണ്ടായിരിക്കും. കാരണം ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി വളരെ കുറവാണ്. പിന്നെ ഇതിനെന്ത് ചെയ്യാണ്, ഇവിടെ റൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്, ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ ഈ വേപ്പർ റെഫ്രിജറൻറ്റ് ഇവിടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആ റൊട്ടേറ്റ് ചെയ്യുന്ന വേപ്പർ റെഫ്രിജറൻറ്റ് ഇമ്പല്ലറിൻ്റെ മുകളിലൂടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം പുറത്തേക്ക് എത്തി ഈ ഇമ്പല്ലറിൻ്റെ ഔട്ട്സൈഡ് എത്തുന്ന സമയത്ത് അവിടെ എന്തിട്ടാവും, അവിടേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ കൈനറ്റിക് എനർജി കൂടിയിട്ടുണ്ടായിരിക്കും. ആ കൈനറ്റിക് എനർജി കൂടിയിട്ടുള്ള വേപ്പർ റെഫ്രിജറൻറ്റ് ഈ വെയിൻലെസ് ഡിഫ്യൂസറിലൂടെയും അതുപോലെ തന്നെ വെയിൻഡ് ഡിഫ്യൂസറിലൂടെയും പാസ് ചെയ്യുന്ന സമയത്ത് അതിലെ എ പോർഷൻ ഓഫ് കൈനറ്റിക് എനർജീനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഇമ്പല്ലറിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മുടെ വേപ്പർ റെഫ്രിജറൻറ്റിന് എന്താണുള്ളത്, കൈനറ്റിക് എനർജിയാണ്, കൂടുതൽ ലാർജ് എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി ഉണ്ടാവും. ബിക്കോസ് ആ ഇമ്പല്ലർ അവിടെ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ഹൈ സ്പീഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആർക്ക് കൊടുക്കുന്നു, നമ്മുടെ വേപ്പർ റെഫ്രിജറൻറ്റിന് കിട്ടുന്നു. ആ വേപ്പർ റെഫ്രിജറൻറ്റ് ഈ വെയിൻലെസ് ഡിഫ്യൂസറിലൂടെയും അതുപോലെ തന്നെ വെയിൻഡ് ഡിഫ്യൂസറിലൂടെയും പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ എന്ത് ചെയ്യുന്നു, കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. എന്നാൽ കംപ്ലീറ്റ് കൈനറ്റിക് എനർജി എന്തായിട്ടുണ്ടാവില്ല, പ്രഷർ എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവില്ല. ദെൻ അങ്ങനെ കുറച്ച് പ്രഷർ കൂടി അല്ലെങ്കിൽ പ്രഷർ കൂടിയിട്ടുള്ള എന്നാൽ കുറച്ച് ഭാഗത്തോളം കൈനറ്റിക് എനർജി അവൈലബിൾ ആയിട്ടുള്ള ആ വേപ്പർ റെഫ്രിജറൻറ്റ് എവിടേക്ക് എത്തും, നേരെ പിന്നെ പോകുന്നത് നമ്മുടെ വൊല്യൂട്ട് കേസിങ്ങിലാണ്. വൊല്യൂട്ട് കേസിങ്ങിൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയാം, അതിങ്ങനെ വന്ന് ഇവിടെ നോക്കുക, അതിൻ്റെ പാത്ത് ഇങ്ങനെ നോക്കുക, അതിൻ്റെ പാസേജ്, ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ്, ആ ഒരു പാസേജിൻ്റെ സ്പേസ് എന്ത് ചെയ്യാണ്, അതിങ്ങനെ കൂടി വരികയാണ്. അത് കൂടി വരുന്നത് കൊണ്ട് നിങ്ങൾക്കറിയാം ആ ഭാഗത്ത് എത്തുന്ന സമയത്ത് വൊല്യൂട്ട് കേസിങ്ങിലൂടെ പാസ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ബാക്കി നിൽക്കുന്ന കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഫർദർ അതിൽ അവൈലബിൾ ആയിട്ടുള്ള കൈനറ്റിക് എനർജീനെ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും പ്രഷർ എനർജി ആയിട്ട് ആര് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ഈ വൊല്യൂട്ട് കേസിങ് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രഷർ കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കണ്ടൻസറിലേക്ക് സെൻട്രിഫ്യൂഗൽ കംപ്രസർ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഈ ഫിഗർ വരയ്ക്കുക, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, കൺസ്ട്രക്ഷൻ പറയുക, ആപ്ലിക്കേഷൻ പറയുക, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പറയാം. അപ്പോൾ കൺസ്ട്രക്ഷൻ വേറെ ഒന്നുമില്ല, നമുക്കൊരു ഇമ്പല്ലർ ഉണ്ട്, ഇലക്ട്രിക് മോട്ടോർ യൂസ് ചെയ്തിട്ടാണ് അത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇമ്പല്ലർ ഒരു വൊല്യൂട്ട് കേസിങ്ങിൻ്റെ ഉള്ളിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. വൊല്യൂട്ട് കേസിങ് മാത്രമല്ല, ഇവിടെ നമുക്ക് ഒരു വെയിൻലെസ് ഡിഫ്യൂസറും വെയിൻഡ് ഡിഫ്യൂസറും ഉണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ടാണ് ആര് കറക്കുന്നത്, നമ്മുടെ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് വെയിൻലെസ് ഡിഫ്യൂസറും വെയിൻഡ് ഡിഫ്യൂസറും ഈ കേസിങ്ങുമാണ് നമ്മുടെ കൈനറ്റിക് എനർജീനെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡൈനാമിക് എനർജി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി അതിനെന്ത് ചെയ്യുന്നു മാറ്റുന്നത്, പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു നമ്മുടെ കേസിംഗ് ആണ്. കേസിങ്ങും അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിഫ്യൂസർ, വെയിൻലെസ് ഡിഫ്യൂസറും വെയിൻഡ് ഡിഫ്യൂസറും, ആ രണ്ട് ഏരിയാസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞു. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് 200 മുതൽ 10,000 kW ഓഫ് റെഫ്രിജറേറ്റിംഗ് കപ്പാസിറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം 50 to
5000 ടൺസ് ഓഫ് റെഫ്രിജറേറ്റിംഗ് കപ്പാസിറ്റി വരുന്ന മെഷീൻസിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലാന്റുകളിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള യൂണിറ്റുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് മിനിമം ഒരു 50 ടണ്ണെങ്കിലും കപ്പാസിറ്റി ഉള്ള ഏരിയാസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എക്കണോമിക്കൽ ആവില്ല. ഓക്കെ, അതായത് മെയിൻലി ഹൈ കപ്പാസിറ്റി ഏരിയാസിലാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ് വരുന്നത് എന്നുള്ളത് ഓർക്കുക. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇറ്റ് ക്യാൻ ഹാൻഡിൽ വെരി ലാർജ് വോളിയം ഓഫ് റെഫ്രിജറൻറ്റ്. അതാണ്, ഇതിനെന്ത് ചെയ്യാൻ പറ്റും, വളരെ കൂടുതൽ വോളിയം ഓഫ് റെഫ്രിജറൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് കംപ്രസേഴ്സിലെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന റെഫ്രിജറൻറ്റിൻ്റെ വോളിയത്തിൻ്റെ അളവ് വളരെ കുറവാണ്. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ബിക്കോസ് ഇതിനെ നമുക്ക് നല്ല ഹൈ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുറേ കൂടുതൽ വോളിയം ഓഫ് റെഫ്രിജറൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ദേ ആർ ഹൈ സ്പീഡ് മെഷീൻ. അതുകൊണ്ടല്ല വെൽ ബാലൻസ്ഡ് ആൻഡ് ഫ്രീ ഫ്രം വൈബ്രേഷൻ. അതാണ് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് മെഷീൻ പറഞ്ഞു. റെസിപ്രോക്കേറ്റിംഗ് മെഷീൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അവിടെ വൈബ്രേഷൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു വിഷയമാണ്. ഇപ്പോൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസിൽ വൈബ്രേഷൻ്റെ എമൗണ്ട് വളരെ കൂടുതലാണ്. അങ്ങനെ വന്നാൽ അവിടെ ഉണ്ടാകുന്ന വൈബ്രേഷൻ മൂലം നമുക്ക് ബെയറിംഗ് ഒക്കെ നശിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ വൈബ്രേഷൻസ് ഒന്നും നമുക്ക് അത്ര വലിയ സ്പീഡിൽ കറക്കിയാൽ ബാലൻസ് ചെയ്യാനൊന്നും കഴിയില്ല. എന്നാൽ ഇതൊരു റൊട്ടേറ്റിംഗ് മെഷീനറി ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈ സ്പീഡിൽ വിത്ത് ലെസ് വൈബ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ വോളിയം ഓഫ് റെഫ്രിജറൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വൈ അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിയ ബിഗ് കപ്പാസിറ്റി പ്ലാന്റ്സുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യാനുള്ള ഒരു മോസ്റ്റ് കാരണം മിനിമം ഒരു 50 ടണ്ണെങ്കിലും ഉണ്ടെങ്കിൽ സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് മേ ബി ബിൽറ്റ് ഇൻ ഹെർമെറ്റിക്കലി സീൽഡ് ഡിസൈൻസ് ആൾസോ. എന്താണ് ഹെർമെറ്റിക്കലി സീൽഡ് എന്ന് പറഞ്ഞതാണ്? ഹെർമെറ്റിക്കലി സീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കംപ്രസറും മോട്ടറും എല്ലാം പാടെ ഒരൊറ്റ സിംഗിൾ യൂണിറ്റ് ആയിട്ട് നമ്മളൊരു ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയറുമായിട്ടുള്ള ബന്ധം കംപ്ലീറ്റ് വേർപ്പെടുത്തിയിട്ട് ഒരു ഹൗസിങ്ങിൻ്റെ ഉള്ളിൽ, ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുന്നതാണ് എന്ത്, ഹെർമെറ്റിക്കലി സീൽഡ് ടൈപ്പ് കംപ്രസർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹെർമെറ്റിക്കലി സീൽഡ് ടൈപ്പ് കംപ്രസേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏരിയാസിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വേണമെങ്കിലും സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് വർക്കിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ലോ പ്രഷർ വേപ്പർ റെഫ്രിജറൻറ്റ് ഫ്രം ഇവാപറേറ്റർ എൻറ്റേഴ്സ് ദ കംപ്രസർ അറ്റ് ഇറ്റ്സ് ഐ ഓഫ് ഇമ്പല്ലറിലാണ് കയറുന്നതെന്ന് പറഞ്ഞു. റൊട്ടേറ്റിംഗ് ഇമ്പല്ലർ വിത്ത് ഇറ്റ്സ് ടിപ്പിക്കലി ഡിസൈൻഡ് ബ്ലേഡ്സ് ചൂൺ ദ റെഫ്രിജറൻറ്റ് ഇൻഡ്യൂസിങ് ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇൻ ടു ഇറ്റ്. നമ്മൾ പറഞ്ഞു ആ റൊട്ടേറ്റിംഗ് ബ്ലേഡ് അല്ലെങ്കിൽ ഇമ്പല്ലറിലുള്ള റൊട്ടേറ്റിംഗ് ബ്ലേഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ റെഫ്രിജറൻറ്റിനെ അവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മോഷൻ അതിന് ആര് കൊടുക്കുന്നുണ്ട്, ഇമ്പല്ലർ ബ്ലേഡ്സ് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ആ ഒരു മോഷനും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൂടി ആ റെഫ്രിജറൻറ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നതോടുകൂടി നമ്മളെ സെൻറ്ററിലുള്ള റെഫ്രിജറൻറ്റിനെ എന്ത് ചെയ്യുന്നു, ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പുഷ് ചെയ്യുന്നു ടുവേർഡ്സ് എങ്ങോട്ടാണ്, ഇമ്പല്ലറിൻ്റെ പെരിഫറിയിലേക്ക് അതിനെ പുഷ് ചെയ്യുന്നു. Then the high speed of the impeller leaves the vapor refrigerant at a high velocity at the vane tips of the impeller. അതായത് ഹൈ സ്പീഡിലാണ് നമ്മൾ ഇമ്പല്ലർ കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വേപ്പർ റെഫ്രിജറൻറ്റ് ലീവിങ് ദ ഇമ്പല്ലർ എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇമ്പല്ലറിൻ്റെ ടിപ്സിൽ, വെയിനിൻ്റെ ടിപ്സിൽ ലീവ് ചെയ്യുന്ന വേപ്പർ റെഫ്രിജറൻറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ കിട്ടിയ കൈനറ്റിക് എനർജി, ദ കൈനറ്റിക് എനർജി ദസ് അറ്റൈൻഡ് അറ്റ് ദ ഇമ്പല്ലർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രഷർ എനർജി ആസ് ദ വേപ്പർ റെഫ്രിജറൻറ്റ് പാസസ് ഓവർ ദ ഡിഫ്യൂസർ. അങ്ങനെ കിട്ടുന്ന കൈനറ്റിക് എനർജി എന്താവുന്നുണ്ട്, അതിലെ കുറേ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ എനർജി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. വേപ്പറിൻ്റെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെ, അത് ആ ഡിഫ്യൂസറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്, രണ്ട് ഡിഫ്യൂസറുണ്ട്, വെയിൻ്റെ ഡിഫ്യൂസറും വെയിൻലെസ് ഡിഫ്യൂസറും. ദെൻ a vapor refrigerant then flows to a wider passage called the volute casing.
അത് കഴിഞ്ഞതിന് ശേഷം വേപ്പർ റെഫ്രിജറന്റ് എങ്ങോട്ടാണ് പോകുന്നത്? വൊല്യൂട്ട് കേസിങ്ങിലേക്കാണ്. വൊല്യൂട്ട് കേസിംഗ് എന്ന് പറയുമ്പോൾ വീണ്ടും വലിയൊരു പാസേജ് ആണ്. നമ്മുടെ ഡിഫ്യൂസറിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴോ എന്താണ് ഡിഫ്യൂസറിനും അതുപോലെ ഇമ്പലറിൻ്റെ ഇടയിലുള്ള പാസേജ് ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൊല്യൂട്ട് കേസിങ്ങിലെ പാസേജ് എന്ന് പറയുന്നത് ഒന്നും കൂടി വൈഡർ ആയിട്ടുള്ള പാസേജാണ്. അത്തരത്തിലുള്ള വൈഡർ പാസേജിലൂടെ പോകുമ്പോൾ ഫർദർ നമ്മുടെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു? അത് കുറഞ്ഞ് അല്ലെങ്കിൽ അത് കുറയുക മീൻസ് അത് കൺവേർട്ട് ആയിട്ട് എന്താകുന്നു? പ്രഷർ എനർജി ആയിട്ട് മാറുന്നു. ദിസ് കേസിംഗ് അതായത് വൊല്യൂട്ട് കേസിംഗ് ഫർദർ കൺവേർട്സ് ദ കൈനറ്റിക് എനർജി ഇൻ ടു പ്രഷർ എനർജി ബിഫോർ ദ റെഫ്രിജറൻറ്റ് ലീവ്സ് ടു ദ കണ്ടൻസർ. കണ്ടൻസറിലേക്ക് എത്തുന്നതിന് മുന്നേ അതിനെന്ത് ചെയ്യുന്നു? പ്രഷർ എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്യുന്നു ഫർദർ ആയിട്ട്. അങ്ങനെയാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹെർമെറ്റിക്കലി ആൻഡ് സെമി ഹെർമെറ്റിക് കംപ്രസേഴ്സ് ഉണ്ട്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.